Hi guys, welcome back. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും തീർച്ചയായിട്ടും ഇതുപോലെ കേടായിട്ടുള്ള ഒരു CFL ബൾബെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബൾബൊക്കെ വെറുതെ കിടക്കുമായിരിക്കും. ആ ഒരു ബൾബ് കൊണ്ടൊക്കെ നമുക്ക് റൂമൊക്കെ അലങ്കരിക്കാൻ ഒരു സംഭവം ഉണ്ടാക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സഹായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫ്രീ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുകയൊന്നുമില്ല, പക്ഷേ എനിക്കതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും പറഞ്ഞ് പോരാടി മീന്നില്ല, നേരെ വീഡിയോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു കേടായ CFL ബൾബ് എടുത്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ജോയിൻറ്റ് ഭാഗത്തിലൂടെ ഈ സ്ക്രൂ ഡ്രൈവർ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ നമ്മളതൊന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബോർഡും കാര്യങ്ങളും നമുക്ക് ഇതിന് ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്യണം. നമ്മൾ ആ ഒരു ബോർഡും കാര്യങ്ങളും റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ 2 വയർ അവിടെ തന്നെ നിർത്തിയതിന് ശേഷം അത് നമ്മൾ ഷോൾഡർ കൊണ്ട് റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ 2 വയർ അവിടെ തന്നെ വേണം. അത് നമുക്ക് എന്തിനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡും കാര്യങ്ങളും മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. ഈ ഒരു സംഭവം ഇതുപോലെ തന്നെ നമുക്ക് വേണം, എല്ലാം ഇതുപോലെ തന്നെ വേണം. എന്നിട്ട് നമുക്ക് ആ ഒരു ഇതിന് പോകുന്ന 2 വയർ നമുക്ക് കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. അതും നമുക്ക് ആവശ്യമില്ല, ഈ ബോർഡേ നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ആ ഒരു ബോർഡ് നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പശ രൂപത്തിലുള്ള സംഭവമുണ്ട്, അതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ആ ഒരു സംഭവം പൊടിച്ചെടുക്കുന്നത്. പിന്നെ അതിന് മുകളിലായിട്ട് ഈ ഒരു ഗ്ലാസ് സംഭവം അത് നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഹോള് രൂപത്തിലാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു LED ബൾബ് അതിൻ്റെ അകത്തേക്ക് വെക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു 3 ഇപ്പോൾ മൊത്തത്തിൽ ഒരു 3 എണ്ണമാണ് ഉണ്ടാവും മുഴുവനായിട്ടും. അപ്പോൾ ആ ഒരു 3 എണ്ണം നമ്മൾ ഇതുപോലെ പൊട്ടിച്ചിട്ട് അത് ഇതുപോലെ ഹോളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇത് 3ഉം ഇതുപോലെ വലിയൊരു ഹോളാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇനി LED ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അത് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ LED കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതായത് അതിൻ്റെ ഉള്ളിലോട്ട് പോയി നമ്മൾ LED കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മളവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ LED വെച്ചു, എന്നിട്ട് നമ്മൾ അവിടെ ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടി കളർ LED ആണ്. കളർ ഇങ്ങനെ മാറി വരുന്ന ഒരു LED ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മൾ LED എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ LED ഉപയോഗിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിനി വേറെ 2 LEDസും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ 3 LED ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 LED ഇതിലോട്ട് വെക്കുകയാണ്. നമ്മൾ മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മുഴുവനായിട്ടൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു 3 LEDയും പ്ലസ് പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ 3 LEDയും പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് LED അപ്ലൈ ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ. എന്നിട്ടാണ് നമ്മൾ ആ ഒരു 3 LEDയുടെയും 3 പോസിറ്റീവ് ലെഗും അതുപോലെ തന്നെ 3 നെഗറ്റീവ് ലെഗും നമ്മൾ ഒരുമിച്ച് ഷോൾഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, വെറുതെ പറഞ്ഞു എന്നുള്ളൂ. എന്തായാലും നമ്മൾ ആ ഒരു പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മറ്റേ ലീഡും കൂടി നമുക്ക് അതുപോലെ തന്നെ ഷോൾഡർ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു മറ്റേ ലീഡും നമ്മൾ നെഗറ്റീവ് ലീഡും അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ചെയ്യാണ്. ഇതിപ്പോൾ ഫോക്കസ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ചെറിയൊരു ബ്ലറായിട്ട് വരുന്നത്. സോറി, ക്ഷമിക്കണം. പിന്നെ നമ്മൾ ഇത് 2 ഭാഗവും നമ്മൾ ഷോൾഡർ ചെയ്തു. ഇപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് ഭാഗം, ഇതിൻ്റെ ഒരു കപ്പ് അതിൽ 2 വയറുണ്ട്. ആ ഒരു വയറിലിട്ട് നമ്മൾ കുറച്ച് LED അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഷോൾഡർ ചെയ്യാനായിട്ടാണ്. കുറച്ച് LED അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഒരു വയർ പോസിറ്റീവിലേക്കും ഒരു വയർ നെഗറ്റീവിലേക്കും നമ്മൾ കണക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഒരു വയർ നെഗറ്റീവിലേക്കും ഒരു വയർ പോസിറ്റീവിലേക്കും, നിങ്ങൾ ഏത് വയറാണ് നെഗറ്റീവിലേക്കോ പോസിറ്റീവിലേക്കോ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങളും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിടുക, എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്തിടുക. അപ്പോൾ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും 2 വയറിലിട്ട് നമ്മൾ ഷോൾഡർ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കുറച്ച് ഗ്ലൂ ഇട്ടതിന് ശേഷം നമ്മൾ ഇതൊന്ന് അടക്കുകയാണ്. ഈ ഒരു കപ്പ് പഴയ പോലെ തന്നെ ഇതൊന്ന് കറക്റ്റായിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്.
നിങ്ങൾ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം. ആ ഒരു ഗ്ലാസ് പൊട്ടിയിട്ട് കയ്യിൽ കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ അടച്ചു വെച്ചു. നമ്മളത് തുറന്ന ഭാഗം അതുപോലെ തന്നെ അടച്ചു വെച്ചു. ഇപ്പോൾ നമുക്ക് പഴയ അതുപോലെ തന്നെ CFL രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം വേണ്ടത്, നമുക്ക് ഇതുപോലെ ഒരു USB കേബിൾ വേണം. അത് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഒന്ന് സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം അതിൽ 2 വയർ മാത്രം നമുക്ക് മതി. നമുക്ക് റെഡും ബ്ലാക്കും വയറും മാത്രം മതി. ബാക്കിയുള്ള വയേഴ്സൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അതൊന്നും നമുക്ക് വേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വയേഴ്സൊക്കെ നമ്മൾ ഒരു കത്രി ഉപയോഗിച്ച് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയാം. അതൊന്നും നമുക്ക് വേണ്ടാത്ത വയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വയർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റെഡും ബ്ലാക്കും വയറൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് രണ്ടും സ്ട്രിപ്പ് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു 2 ലീഡിലേക്കായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, നമ്മൾ ആ ഒരു പോസിറ്റീവ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സൈഡിലായിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഷോൾഡറിൽ നിന്ന് പോസിറ്റീവാണ് നമ്മളത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അടയാളപ്പെടുത്തിയിടണം നമ്മൾ പോസിറ്റീവ് ഏതിലോട്ടാണ് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നമുക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ LED വർക്കാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡർ ചെയ്തു. ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ സംഭവങ്ങൾ. അപ്പോൾ നമ്മളതൊന്ന് ഒട്ടിക്കുക. ആദ്യം ഇടയ്ക്ക് ഫോക്കസ് ഔട്ടാകുന്നുണ്ട്, അതൊന്ന് ക്ഷമിക്കണം. ഇപ്പോൾ നമ്മൾ സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് വിട്ടു പോരാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ പവർ ബാങ്ക് വെച്ചാണ് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിച്ചു. ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ടാണ് അധികം ഇതൊന്നും വെളിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ മൾട്ടി കളർ LED ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കളർ മാറി വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വെയിലുള്ള സാഹചര്യത്തിൽ നമുക്കിത് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, ഈ ഒരു ബെഡ് ലാമ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു കൂട്ടുകാരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രീ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് കിട്ടുന്ന ഒരു വലിയ പ്രോത്സാഹനം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.